നിറവിലേക്ക് സ്വാഗതം. ദൈവ ശുശ്രൂഷയിലും ആത്മാർത്ഥതയിലുമുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്ഥിരത മാറ്റണമെങ്കിൽ നമ്മെ വിശ്വസിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക. വിശുദ്ധ മോനിക്കയുടെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അൽക്ക ബെഞ്ചമിൻ്റെ ഗാനം നമുക്ക് ആസ്വദിക്കാം.
മനോഹരമായ പൂന്തോട്ടം ഇഷ്ടപ്പെടാത്തവർ ആരാണല്ലേ? ഫാദർ സിറിയക്കോട്ടയിൽ ഇന്ന് സംസാരിക്കുന്നത് ഈ വിഷയമാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. മനോഹരമായ പൂന്തോട്ടം ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. പണ്ട് നാളുകളിലൊക്കെ പൊതുസ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ടായിരുന്നു പൂന്തോട്ടങ്ങൾ. പക്ഷേ ഇപ്പോൾ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, വീടുകളിലും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വീട് പണിയുമ്പോൾ നല്ലൊരു പൂന്തോട്ടത്തിനുള്ള സ്ഥലവും ക്രമീകരിക്കുന്നുണ്ട്. ചിലരൊക്കെ വീടിൻ്റെ കയറിത്താമസത്തിന് തന്നെ നല്ലൊരു പൂന്തോട്ടം ക്രമീകരിച്ചിട്ടുണ്ടാവും. നല്ലതാണ് വീടിൻ്റെ പരിസരത്ത് നല്ലൊരു പൂന്തോട്ടം. നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ വിവിധ സ്ഥലങ്ങളിലെ പൂന്തോട്ടങ്ങൾ ആകർഷകമാണ്. എത്രയോ നേരം നാം അവിടെയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. വിവിധ പോസുകളിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പൂന്തോട്ടത്തിൽ വിവിധങ്ങളായ ചെടികളുണ്ട്, വിവിധ നിറത്തിലും രൂപത്തിലുമുള്ള പൂവുകളുണ്ട്. ആ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യത്തിന് കാരണം ആ പൂന്തോട്ടത്തിലെ വിവിധ നിറങ്ങളിലുള്ള പൂവുകളാണ്. ചെറിയ പൂവുകളുണ്ട്, വലിയ പൂവുകളുണ്ട്, ഇന്ന് കൊഴിഞ്ഞു പോകുന്നതുണ്ട്, ആഴ്ചകൾ നിൽക്കുന്ന പൂവുകളുണ്ട്, മാസങ്ങളോളം നിൽക്കുന്ന പൂവുകളുണ്ട്. ഈ പൂന്തോട്ടത്തിലെ ഓരോ പൂവിനും ഓരോ ചെടിക്കും അതതിൻ്റെതായ അനന്യതയും സ്ഥാനവും ആ പൂന്തോട്ടത്തിലുണ്ട്. ഞാൻ പൂന്തോട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് ഈ ലോകത്തെക്കുറിച്ച് പറയാൻ. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു നൽകിയ ഈ ലോകവും വൈവിധ്യമുള്ളതാണ്. വൈവിധ്യമുള്ളിടത്താണ് സൗന്ദര്യമുള്ളത്. ഞാൻ പറഞ്ഞ ഈ പൂന്തോട്ടം തന്നെ ഒന്ന് എടുത്തേ. അവിടെ ഒരു ഇനത്തിൽപ്പെട്ട ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരു വർഗത്തിൽപ്പെട്ട പൂവുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരു നിറത്തിലുള്ള പൂ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആകർഷകമാകില്ല. വിവിധ വർണ്ണത്തിൽ, വിവിധ രൂപത്തിൽ ഒക്കെയുള്ള ചെടികളും പൂവുകളും ഉണ്ടാകണം. ഇതുപോലെ നാം ജീവിക്കുന്ന ലോകത്തിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ വിവിധ മനുഷ്യരുണ്ട്. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയല്ല, അമേരിക്കയിലെ പോലെയല്ല, ആഫ്രിക്കയിലെ പോലെയല്ല, ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾ പോലെയല്ല. ഭാരതത്തിലെ രീതി വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവര്, വിവിധ സംസ്കാരം സ്വന്തമായിട്ടുള്ളവര്, വിവിധ മതത്തിൽ വിശ്വസിക്കുന്നവർ, വിവിധ വേഷവിധാനങ്ങൾ, വിവിധങ്ങളായ കലകൾ, എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ആകർഷകമാക്കുന്നത്. ഈ നാനാത്വത്തിലെ ഏകത്വം ലോകത്തിന് മുഴുവൻ സ്വീകാര്യമായ തത്വമാണ്. അപ്പോൾ വൈവിധ്യത്തിലെ സൗന്ദര്യം പ്രധാനപ്പെട്ടതാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട്. സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, കൃഷിക്കാരുണ്ട്, വ്യവസായികളുണ്ട്. നാം ഈ ആളുകളെ ഒക്കെ അംഗീകരിച്ച് മനസ്സിലാക്കി അവരോട് സഹകരിച്ചു പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ വ്യക്തിയുടെയും അനന്യത, ഓരോ വ്യക്തിയുടെയും പ്രാധാന്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. മുമ്പ് നാം കണ്ട ആ പൂന്തോട്ടത്തിലെ ഓരോ ചെടിക്കും ഓരോ പൂവിനും അതതിൻ്റെതായ അനന്യതയുണ്ട്.
ഒരു ചെടിയോ ഒരു പൂവോ മറ്റൊരു ചെടിയുടെ മറ്റൊരു പൂവിൻ്റെ ആ നിലനിൽപ്പിന് എതിരെ ചോദ്യമുയർത്തുന്നില്ല. സഹവർത്തിത്വം ഉണ്ട് അവിടെ. ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഈ സഹാനുഭൂതിയും സഹവർത്തിത്വവും ഒക്കെയാണ്. ഇന്ന് പലപ്പോഴും ഒരാൾ മറ്റൊരാളിന് ശത്രുവായി മാറുകയാണ്. നീ എന്നെ പോലെ അല്ലാത്തത് കൊണ്ട്, നീ എൻ്റെ കൂട്ടത്തിലുള്ള ആളല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ തിരസ്കരിക്കുന്നു. ഈ ചിന്ത ഇന്ന് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു ചിന്ത വളരുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിലനിന്ന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹാനുഭൂതി ഉണ്ടാവുക, സഹവർത്തിത്വ മനോഭാവം ഉണ്ടാവുക, എന്നെപ്പോലെ തന്നെയാണ് നീയും നിന്റെ അസ്തിത്വവും എന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും പറ്റുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പുറത്തേക്ക് തുറക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരായാലും, ഏത് തുറയിലുള്ള ആളായാലും, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നമ്മുടെ കണ്ണുകൾ നാം അകത്തേക്ക് വലിച്ചാൽ പോരാ, പുറത്തേക്ക് തുറക്കണം. പുറത്തേക്ക് തുറന്ന് പുറം ലോകത്തെ കാണണം. ഓരോരുത്തരും അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോഴെങ്കിലും ഇവിടെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മുൻവിധികളാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴാകട്ടെ, നാം ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോഴാകട്ടെ, ചിലരെയെങ്കിലും നമ്മൾ തിരസ്കരിക്കുന്നതിന് കാരണം എന്താ? അവരെക്കുറിച്ചുള്ള മുൻവിധികൾ. ഒരു വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലാണല്ലോ അയാളെ നമ്മൾ വിലയിരുത്തേണ്ടത്. വേറൊരാളുടെ അഭിപ്രായത്തിൽ നിന്ന് നാം ഒരാളെ വിലയിരുത്തുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു വ്യക്തിയെ നാം വിലയിരുത്താൻ പാടില്ല. ഈ പൂന്തോട്ടത്തിലെ ചെടികളെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ചെടി വളർന്നു വരുന്ന പ്രായത്തിൽ തീർച്ചയായിട്ടും ആ ചെടിക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അങ്ങനെ ആ ചെടിയെ നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. അത് പിന്നീട് പൂവിടുകയും കായ്ഫലം നൽകുകയും ചെയ്യുന്ന കാലമുണ്ട്, അല്ലെങ്കിൽ പൂവുകൾ നൽകുന്ന കാലമുണ്ട്. ആ കാലത്ത് അതിനെ വിലയിരുത്താൻ പറ്റണം. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നാം ഒരു വ്യക്തിയെ മനസ്സിലാക്കിയ ആ വിലയിരുത്തൽ വെച്ചിട്ട് പിന്നീട് അയാളെ വിധിക്കുക എന്നുള്ളത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഇതിനോട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഒരു പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന കാലം, അന്ന് ഈ വിവിധ യൂണിറ്റുകളിലേക്ക് പോകും. 3-4 യൂണിറ്റുകളിൽ ഒന്നിച്ച് കൂടിയവർ പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് അടുത്ത കൂട്ടായ്മയിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരോട് വിവിധ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കമായി സംസാരിക്കാറുണ്ട്, ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുട്ടികളോടും യുവജനങ്ങളോടും മുതിർന്നവരോടും ഒക്കെ അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പൊതുവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. അവരാരും ഉത്തരം പറയാതെ നിൽക്കുന്നു. പെട്ടെന്ന് ഞാൻ മുമ്പിൽ കണ്ട ഏതാണ്ടൊരു 13-15 വയസ്സ് വരുന്ന കുട്ടിയോട് ചോദിച്ചു ഈ ചോദ്യം. അവനും ഉത്തരം പറയാവുന്ന ലളിതമായ ചോദ്യമാണ്. ഞാൻ പലതവണ ഈ ചോദ്യം ചോദിച്ചിട്ടും അവൻ ചിരിക്കുക അല്ലാതെ വാ തുറക്കുന്നില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അരിശം വരുമല്ലോ. എൻ്റെ അരിശം ഏതാണ്ട് തുടങ്ങി. എന്നാലും ഞാൻ വലുതായിട്ട് കോപിച്ചില്ല. അവൻ പറയുന്നില്ലേ, പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകളഞ്ഞു. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ അവിടെ അന്ന് നേതൃത്വം കൊടുത്തിരുന്നത് ഒരു സിസ്റ്ററായിരുന്നു. ഞാൻ പിന്നീട് മഠത്തിൽ ചെന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ വന്ന് ഒരു ചെറുക്കനോട് അരിശപ്പെടാൻ പോയില്ലേ? ഏതായാലും അച്ഛൻ വലുതായിട്ട് അരിശപ്പെടാഞ്ഞ് നന്നായി. ഞാൻ ചോദിച്ചാ എന്നാ സിസ്റ്ററെ? അവന് സംസാരശേഷി ഇല്ലാത്ത ആളാ.
തമ്പുരാനെ, ഞാൻ എങ്ങാനും മുൻവിധിയോടെ അവൻ എന്നെ കളിയാക്കാൻ വേണ്ടി മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന വിചാരത്തോടെ അന്ന് കോപിച്ചിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചേനെ? വിവരദോഷിയായ അച്ഛൻ. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവരെ വിധിക്കാറുണ്ട്. പിന്നീട് ഞാൻ ഈ പയ്യനെ കാണാനായിട്ട് അവൻ്റെ വീട്ടിൽ പോയി. നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് അവൻ. നന്നായിട്ട് പടം വരയ്ക്കും. അവന് സംസാരശേഷിയില്ല, പക്ഷെ അവന് അവൻ്റെതായ ഒരു അനന്യത ഉണ്ട്. അത് ദൈവം കൊടുത്തതാ. എനിക്ക് പടം വരയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ അവൻ മനോഹരമായി പടം വരയ്ക്കും. ഞാൻ നിന്നാൽ എന്നെ ഒപ്പിയെടുത്ത രീതിയിൽ അവൻ വരച്ചു വയ്ക്കും. നോക്കിക്കേ, അവനൊരു അനന്യതയുണ്ട്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ആരുമാകട്ടെ, വിവിധ മതത്തിലും വർഗത്തിലും ജാതിയിലും പെട്ടവരാവട്ടെ, വിവിധ നിറത്തിലുള്ളവരാവട്ടെ, അവരെല്ലാവരും അനന്യതയുള്ളവരാണ്. അവരുടെ ആ അനന്യതയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഈ വൈവിധ്യമാണ് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ത്രസിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ കൂടുതൽ ആകർഷകമായി മാറ്റുന്നത്. അതുകൊണ്ട് ഈ വൈവിധ്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഒരേ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഈ വൈവിധ്യങ്ങൾ. ഒരേ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് കൈമാറപ്പെട്ട വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളിലൂടെ നമുക്ക് ഏകത്വത്തിലേക്ക് വരാൻ പറ്റും. ഈ വൈവിധ്യങ്ങളിലൂടെ നമുക്ക് ഏകനായ ദൈവത്തിലേക്കും ആ വിചാരത്തിലേക്കും വരാൻ പറ്റും. അതുകൊണ്ട് വൈവിധ്യങ്ങൾ നമ്മെ അകറ്റുകയല്ല ചെയ്യേണ്ടത്, വൈവിധ്യങ്ങൾ നമ്മെ ഒരുമിപ്പിക്കണം. ആ ഒരുമ ഏകനായ ദൈവത്തിലേക്ക് നമ്മെ നയിക്കണം. കാരണം നാം എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചോരയുടെ നിറം ചുവപ്പ് തന്നെ. ചോരയാണ് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടേതെല്ലാം ഒറ്റ പിതാവാണ് എന്നതിൻ്റെ ഒരു നല്ല അടയാളമാണ് ഈ ഒരേ നിറത്തിലുള്ള ചോര. നമുക്കതുപോലെ തന്നെ അറിയാം, ഈ വിവിധ ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്, രക്തഗ്രൂപ്പുകൾ. ഇന്നയാള് ഹിന്ദു ആയതുകൊണ്ട് അവൻ്റേത് എ പോസിറ്റീവാണ്, ക്രിസ്ത്യാനിയായ എൻ്റെ ഏത് എ പോസിറ്റീവ് ആകാൻ പാടില്ല, ഓ പോസിറ്റീവ് ആകാൻ പാടില്ല, ഓ നെഗറ്റീവ് ആകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ആളുകൾക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ഹൈന്ദവരായ ആളുകളുടെ ഇടയിലും ഓ പോസിറ്റീവ് ഉണ്ട്, ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിലും ഓ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്, വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ വ്യക്തമാക്കുന്ന എന്താ? ഒരേ ഏകത്വത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നാം കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പരസ്പര ബഹുമാനം, പരസ്പര സാഹോദര്യം ഒക്കെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ വൈവിധ്യം നമ്മെ ഒരുമിപ്പിക്കണം. വൈവിധ്യം അകറ്റരുത്. വൈവിധ്യം ഒന്നിലേക്ക് വരാനാ, ഐക്യത്തിലേക്ക് വരാനാ, പരസ്പരം അംഗീകരിക്കാനാ. തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം നമ്മെ സന്തോഷമുള്ളവരാക്കും, മറ്റുള്ളവരെയും സന്തോഷമുള്ളവരാക്കി തീർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പോസിറ്റീവ് വൈബ്സിൽ നിഷ ചേച്ചി പുതിയൊരു വീഡിയോയുമായി റെഡിയാണ്. ആ വീഡിയോയും അതിലെ ദൈവചിന്തയും കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ സ്വന്തമാണോ, അതോ നിങ്ങളുടെ കയ്യിലുള്ളവയുടെ സ്വന്തമാണോ? ഒരു വീഡിയോ കണ്ടു നോക്കാം നമുക്ക്.
ആഗ്രഹിക്കുന്നതെന്തും വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബ്ലാക്ക് ഹോൾ സ്വന്തമായി കിട്ടുകയാണ് ഈ വീഡിയോയിലെ കഥാനായകന്. അതിലൂടെ കാണുന്നതെല്ലാം അയാൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒടുവിൽ പണമിരിക്കുന്ന ഷെൽഫിനുള്ളിലേക്ക് കയറുന്ന വ്യക്തി അതിൽ കുടുങ്ങിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അയാളുടെ സ്വന്തം എന്ന് കരുതി സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പിന്നാലെ പോകുന്ന എന്തിൻ്റെയോ അടിമത്തത്തിൽ, അതിൻ്റെ ബന്ധനത്തിൽ അയാൾ അകപ്പെട്ടു പോകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന പലതിൻ്റെയും ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ നമുക്കല്ല, മറിച്ച് നമ്മുടെ ഉടമസ്ഥാവകാശമാണ് അവയ്ക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവയുടെ പിന്നാലെ നമ്മൾ പോകുന്നത്, മറിച്ച് നമ്മുടെ പിന്നാലെ ഇവയൊന്നും വരുന്നില്ല. ഇതുകൊണ്ടായിരുന്നു തത്വചിന്തകനായ സോക്രട്ടീസ് ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് സന്ദർശിക്കുകയും അവിടെ വിൽക്കാനായി നിരത്തി വച്ചിരിക്കുന്ന നിരവധിയായ വസ്തുക്കൾ നോക്കി നിന്ന് ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു പോരുകയും ചെയ്തിരുന്നു. സോക്രട്ടീസിനോട് പലരും ചോദിച്ചു, അങ്ങേക്ക് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ, വാങ്ങിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ അങ്ങ് ഇവയെല്ലാം നോക്കി നിൽക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് വാങ്ങിക്കാത്തത്? സോക്രട്ടീസ് കൊടുത്തിരുന്ന മറുപടി ഇതായിരുന്നു: അവ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെ ഇല്ലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല എന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഉടമസ്ഥാവകാശം കൈവശമാക്കിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തിൻ്റെയൊക്കെ അടിമകളാണ് നമ്മൾ? ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ കേട്ട ചിന്തയും ആസ്വദിച്ച ഗാനങ്ങളുമെല്ലാം നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിച്ചു എന്ന് വിശ്വസിക്കട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.